വിഷു ആഘോഷിച്ച് മലയാളി സമൂഹം. വാരാന്ത്യ അവധിയും വിഷുവും ഒന്നിച്ചു വന്നതിനാൽ ഗൾഫിലെങ്ങും വിഷു പൊടി പൊടിക്കുകയാണ്. ദുബായിലെ ഒരു ബാച്ചിലർ ഫ്ളാറ്റിലെ വിഷുക്കണി കാഴ്ചയും സദ്യവട്ടങ്ങളുമാണ് ദുബായ് ബ്യൂറോ ഇന്നാദ്യം പരിചയപ്പെടുത്തുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി ദുബായിലുള്ള കണ്ണൂർ വേങ്ങരക്കാരൻ ശശിയും സംഘവും വിഷു ആഘോഷത്തിലാണ്. ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും എന്നൊരു വേർതിരിവില്ല. വിഷു സന്തോഷത്തിന്റെ ദിവസമാണെന്ന് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ദുബായിലാണ് ഞാൻ ഏറ്റവും അധികം വിഷു ഒരു ആഘോഷമായി ആഘോഷിച്ചത്. ഇവിടെ പടക്കം മാത്രമില്ല എന്നുള്ളതല്ലാതെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ മത സൗകര്യം എല്ലാവരും വരും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ല് മുതൽ ദുബായ് ചന്തയിലെ പഴം വരെ ഇവരുടെ വിഷുക്കണിയിലുണ്ട്. നാട്ടിൽ നിന്നും ഈയിടെ ജോലി തേടിയെത്തിയ ബാച്ചിലർ റൂമിലെ ഏറ്റവും ഇളയവനെ കണി കാണിച്ചാണ് ആഘോഷങ്ങൾ തുടങ്ങിയത്. വീട് മുഴുവൻ വർണ്ണ നിറങ്ങൾ പൂശിയും മുറികൾ വൃത്തിയാക്കിയും തനത് ശൈലിയിൽ തന്നെയാണ് ഇവരുടെ വിഷു ആഘോഷം. 30-ലധികം വിഭവങ്ങൾ അണിനിരക്കുന്ന സദ്യയും തയ്യാറാക്കി. നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ഇല മുറിക്കുക, ഈ കറി ഉണ്ടാക്കുക, സദ്യ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ ഇവിടെ നമുക്ക് അത്ര വലിയ നഷ്ടമായിട്ട് തോന്നാറില്ല. കാരണം വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടുന്ന പോലെ തന്നെ ഈ വിഷു ആയാലും ഇത്തരം ആഘോഷങ്ങളും നമ്മൾ ഒരു കുടുംബം പോലെ പങ്കുചേരുന്നു ഇവിടെ. പരിചയക്കാരും സുഹൃത്തുക്കളുമെല്ലാം ഇവരുടെ വിഷുക്കണി കാണാനും സദ്യ കഴിക്കാനും ഇവിടെ എത്തും. വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ട് പ്രവാസ നാട്ടിൽ വിഷു ആഘോഷിക്കുന്നവരുടെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഉള്ളതൊക്കെ ഒരുക്കി അവർ നല്ല രീതിയിൽ തന്നെ വിഷു ആഘോഷിക്കുന്നു. ദുബായ് സത്വ റൂമിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് പ്രവാസി മലയാളികളും. വെള്ളിയാഴ്ചയിലെ അവധിക്കൊപ്പം വിഷു എത്തിയതിലുള്ള ആവേശത്തിലായിരുന്നു UAE-യിലെ പ്രവാസി മലയാളികൾ. കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. കാർഷിക സമൃദ്ധിയും ഐശ്വര്യപൂർണവുമായ പുതുവർഷം യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രാർത്ഥനയോടെയാണ് അതിരാവിലെ ഉണർന്ന പ്രവാസലോകം കണ്ണനെ കണി കണ്ടത്. വിഷുക്കണി ഇനങ്ങളായ ഇടിച്ചക്ക, മാങ്ങ, വെള്ളരിക്ക, നാളികേരം, വാൽക്കണ്ണാടി എന്നിവയെല്ലാം ഒരുക്കി കുട്ടികൾക്കും ബന്ധുക്കൾക്കുമൊപ്പമാണ് പ്രവാസികൾ വിഷു ആഘോഷിച്ചത്. രാവിലെ വിഷുക്കണി കണ്ടു, കുട്ടികളെ വിഷുക്കണി കാണിപ്പിച്ചു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായിരുന്നു. പച്ചടിയും കിച്ചടിയും എല്ലാ കറികളും കൂട്ടിയിട്ടുള്ള സദ്യ ഉണ്ടായിരുന്നു. 3-4 തരം പായസം വെച്ചു. പിന്നെ അതിനുശേഷം ഫ്രണ്ട്സിനുമായിട്ട് ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടി. നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ വിഷു ആഘോഷിക്കുന്നു. വിഷുക്കണിയും കൈനീട്ടവും സദ്യയും തന്നെയാണ് പ്രധാന ആകർഷണം. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം അവധിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ വിഷു ആഘോഷിക്കാൻ സദ്യ ഉണ്ണാനൊക്കെ ഒരു അവസരം കിട്ടി. അതൊരു വലിയ സന്തോഷമാണ്. പലതരം വിഭവങ്ങളുമായി സദ്യ ഒരുക്കി ഹോട്ടലുകളും ആഘോഷത്തിന്റെ ഭാഗമായി. ഷോപ്പിംഗ് മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമെല്ലാം കൂറ്റൻ വിഷുക്കണി തയ്യാറാക്കിയാണ് വിഷുവിനെ വരവേറ്റത്. വൈകുന്നേരത്തോടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിഷു ആഘോഷങ്ങൾക്കും തുടക്കമായി. മാതൃഭൂമി ന്യൂസ്, അബുദാബി. മലയാളിയുടെ കാർഷിക ആഘോഷമായ വിഷുവിനെ ഗൾഫ് മലയാളികളും വരവേറ്റു. വിഷുവും വാരാന്ത്യ അവധി ദിനവും ഒത്തുചേർന്നപ്പോൾ പ്രവാസികൾക്ക് സമൃദ്ധിയുടെ ഗൃഹാതുര സ്മരണകൾ ഉയർത്തിയ ആഘോഷമായി ഇത്തവണയും വിഷു. പ്രതീക്ഷകളുടെ പ്രകാശം പരത്തി വിഷു ഓർമ്മകളുടെ സമൃദ്ധിയിൽ മലയാളികൾ ഗൾഫിലെങ്ങും ആഘോഷിച്ചു.
വിഷുവും വാരാന്ത്യ അവധി ദിനവും ഒത്തുചേർന്നപ്പോൾ സമൃദ്ധിയുടെ ഗൃഹാതുരതയോടെയാണ് മലയാളികൾ ഫ്ളാറ്റുകളിലും വീടുകളിലും ഒത്തുചേർന്നത്. കൊന്നപ്പൂവും കണിവെള്ളരിയും കുഞ്ഞുവിളക്കുകളുമായി വിഷുക്കണിയൊരുക്കി അതിരാവിലെ മുതൽ വിഷു ആഘോഷ ലഹരിയിലാണ് മലയാളികൾ. ഗൃഹനാഥനിൽ നിന്ന് ലഭിക്കുന്ന വിഷുക്കൈനീട്ടത്തിനായി കുരുന്നുകൾ കാത്തിരുന്നതും കൗതുകമേറി. വിഷു പ്രമാണിച്ച് തൂശനിലയിൽ വിഭവങ്ങളൊരുക്കി സമൃദ്ധമായ സദ്യ ഒരുക്കുന്നതിന് അമ്മമാരുടെ കൂട്ടായ്മയും ചില വീടുകളിൽ കാണാമായിരുന്നു. നാട്ടിലെന്ന പോലെ പരിമിതികൾക്കുള്ളിൽ എല്ലാവിധ സമൃദ്ധിയോടെയും വിഷു ആഘോഷിക്കുകയാണ് ഈ ഒത്തുചേരലിലൂടെ. കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ ആ കൾച്ചറും നമ്മുടെ നാടിൻ്റെ ഇതുമെല്ലാം പകർന്നു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ അവരറിയുള്ളൂ. നമ്മുടെ നാടിനെ പറ്റിയും നമ്മുടെ കൾച്ചറിനെ പറ്റി ഇങ്ങനെയൊക്കെ അവരറിയുള്ളൂ. കുട്ടിക്കാലത്ത് എല്ലാവരും അച്ഛനമ്മമാരും എല്ലാവരും കൂടെ ഒത്തുചേരുന്ന പോലെ തന്നെ ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ മാക്സിമം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കാനും ആ വിഷു ആഘോഷിക്കാനും കുട്ടികൾക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കാനും കണി കാണിക്കാനും ഒക്കെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. മുതിർന്നവരോടൊപ്പം കുട്ടികളും വിഷു ആഘോഷങ്ങളിൽ മൊബൈലും ടാബും മറന്ന് സജീവമായതും കൗതുക കാഴ്ചയായിരുന്നു. മാതൃഭൂമി ന്യൂസ് കുവൈത്ത്. സഹനത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി. പീഡാനുഭവാഴ്ചയിലെ പ്രധാന ദിനമായ ദുഃഖവെള്ളി ആചരിക്കാൻ ആയിരങ്ങളാണ് UAE-യിലെ ദേവാലയങ്ങളിലെത്തിയത്. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ കുരിശിന്റെ വഴിയിലും പീഡാനുഭവ വായനയിലും വിശ്വാസികൾ ഭക്തി നിർഭരമായി പങ്കുകൊണ്ടു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിച്ച് ആയിരങ്ങളാണ് വെളുപ്പിന് 5 മണിക്കുള്ള മലയാളം പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ദുബായ് ഊതുമേത്തയിലെ സെന്റ് മേരീസ് പള്ളിയിലെത്തിയത്. മലയാളി സമൂഹത്തിന്റെ ആത്മീയ ഗുരു ഫാദർ അലക്സ് വാച്ചാപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യേശുവിന്റെ പീഡാനുഭവ സംഭവങ്ങളെ അനുസ്മരിച്ചുള്ള പീഡാനുഭവ വായനയായിരുന്നു ആദ്യം. പിന്നീട് ക്രൂശിതനായ യേശുവിന്റെ രൂപമേന്തി കുരിശിന്റെ വഴി നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പള്ളിക്കകത്തും പുറത്തുമായി കുരിശിന്റെ വഴിയിൽ ഭക്തി നിർഭരമായി പങ്കെടുത്തു. നാട്ടിലെ പോലെ തന്നെ കുരിശ് ചുംബിച്ചും കയ്പുനീര് കുടിച്ചുമാണ് 2.5 മണിക്കൂർ നീണ്ട ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം വിശ്വാസികൾ മടങ്ങിയത്. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പുവള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. യേശുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണകളുമായി അബുദാബിയിലെ വിവിധ ദേവാലയങ്ങളും ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ മുതൽ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും പരിഹാര പ്രദർശനങ്ങളിലൂടെയും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദുഃഖവെള്ളി ആചരിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നത്. രാവിലെ തന്നെ അബുദാബിയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പീഡാനുഭവ ശുശ്രൂഷകൾ ആരംഭിച്ചു. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശുശ്രൂഷകൾക്ക് മുംബൈ ഭദ്രാസനാധിപൻ തോമസ് മാർ അലക്സാണ്ട്രിയോസ് നേതൃത്വം നൽകി. ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് വാഴയിൽ സഹകാർമ്മികൻ ആയിരുന്നു. അബുദാബി മാർത്തോമ ഇടവകയുടെ ശുശ്രൂഷകൾക്ക് നിലയ്ക്കൽ റാന്നി ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ അത്തനാനിയോസ് സഫറിയോൺ മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ നമസ്കാരങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പ്രകാശ് എബ്രഹാം, സഹവികാരി റവറൻ ഫാദർ ഐസക് മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ രാവിലെ 8 മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ഇടവക വികാരി റവറൻ ഫാദർ MC മത്തായി മാറഞ്ചേരിൽ, സഹവികാരി ഫാദർ ഷാജൻ വർഗീസ് എന്നിവർ നമസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അബുദാബി സെന്റ് ജോസഫ് കത്തോലിക്ക ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ജോൺസൺ, സഹവികാരി ബേബിച്ചൻ എറത്തേൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുരിശിന്റെ വഴിക്ക് ശേഷം ബിഷപ്പ് പോൾ ഹിൻഡർ വിശ്വാസി സമൂഹത്തെ ആശീർവദിച്ചു. മുസ്തഫ സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ജോൺസൺ പടിഞ്ഞാക്കര നേതൃത്വം നൽകി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ദുഃഖവെള്ളിയായി ആഘോഷിക്കുമ്പോൾ പ്രവാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹനത്തോടും ത്യാഗത്തോടും ചേർത്ത് അതിൽ കുരിശിൽ അൾട്ടിമേറ്റ് റെഫറൻസ് ആയ ഈശോയിൽ എല്ലാത്തിനും ഞങ്ങൾക്ക് ഉത്തരമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി അവിടത്തോട് സഹിക്കുവാനും അവിടത്തോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ധന്യമുഹൂർത്തം, അതിന് ഞങ്ങളെ ഇവിടെ ഇപ്രകാരം ഒരു പ്രാർത്ഥനാലയം നൽകിയ ഇവിടുത്തെ
രാജ്യത്തിലെ ഭരണകർത്താക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും ദുഃഖവെള്ളിയുടെ സ്മരണകൾ ആശംസിക്കുന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്കായി എത്തിച്ചേർന്നത്. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ഇനി മറ്റു വാർത്തകൾ നോക്കാം. വരുമാനം കുറഞ്ഞ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഫീസിൽ ഇളവ് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ കൈമാറി. വിവിധ മാനദണ്ഡങ്ങളും ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 400 ഒമാനി റിയാലിൽ കുറവ് ശമ്പളമുള്ള രക്ഷിതാക്കളുടെ കുട്ടികൾക്കാണ് ഫീസിൽ ഇളവ് ലഭിക്കുക. ഫീസ് ഇളവിന് അർഹരായവർ ഈ മാസം 27-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. സ്കൂൾ റിസപ്ഷനിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നുമോ അപേക്ഷാ ഫോറം ലഭിക്കും. ഫോറം പൂരിപ്പിച്ച് സ്കൂൾ അഡ്മിഷൻ ഓഫീസിലേക്ക് സമർപ്പിക്കണം. അപേക്ഷിച്ചവർ അർഹരാണോ എന്ന് പരിശോധിച്ച് ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ SMS വഴി വിവരം ലഭിക്കും. അപേക്ഷകരുടെ മേൽ അന്തിമ നടപടി സ്വീകരിക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയായിരിക്കും. സാമ്പത്തിക പ്രയാസം മൂലം വിദ്യാർത്ഥികൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫീസിൽ ഇളവ് നൽകുന്നതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. 1975-ൽ 135 കുട്ടികളുമായി ആരംഭിച്ച ഇന്ത്യൻ സ്കൂളിൽ ഇന്ന് 9,000-ലധികം വിദ്യാർത്ഥികളാണ് അധ്യയനം നടത്തിവരുന്നത്. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.